ഹലോ ഓൾ. ഇന്നത്തെ നോട്ട്സ് നമുക്ക് അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ബേസിക് ഹാൻഡ് ടൂൾസിൻ്റെ കാര്യങ്ങളാണ് നോക്കിയത്. ഓക്കെ, ആ ടോപ്പിക് വന്ന് ബേസിക് ഹാൻഡ് ടൂൾസ് ആൻഡ് പവർ ടൂൾസ് ആണ്. അതിൽ നമ്മൾ കുറേ ഹാൻഡ് ടൂൾസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ, സ്പാനർ, ഹാക്സ, ഹാമർ, സിസൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ നോട്ട്സ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റത്തെ ടോപ്പിക് ഫയൽസ്. ഈ ഫയൽസ് എന്ന് പറയുന്നത് അരം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഫയൽസ് ഈസ് എ ഹാർഡൻ പീസ് ഓഫ് ഹൈ ഗ്രേഡ് സ്റ്റീൽ വിത്ത് സ്റ്റാൻഡിങ് എ റോസ് ഓഫ് ടീത്ത്. ആ ടീത്ത് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഈ പിക്ചറിൽ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ കുറച്ച് ഇങ്ങനെ റഫായിട്ടുള്ള സംഭവം ഉണ്ടല്ലേ, അതാണ് നമ്മൾ ടീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് സർപ്ലസ് മെറ്റൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഫിനിഷിംഗ് സർഫേസ്. എന്താണെന്ന് വെച്ചാൽ അരം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്മൂത്തനിങ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു വുഡ് അവിടെ കുറച്ച് റഫായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഈ ഫയൽസ് യൂസ് ചെയ്ത് അവിടെ ഇട്ട് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് വെച്ചാൽ അതിൻ്റെ സർഫേസ് സ്മൂത്തനിങ് ആവും. ഓക്കെ, ഇതാണ് നമ്മൾ ഫയൽസ് എന്ന് പറയുന്നത്. സോ ഫയൽസിന് എന്തെന്ന് വെച്ചാൽ അരമാണ്. നമുക്കൊരു മെറ്റലോ ഒരു വുഡോ അതിനെ നമുക്ക് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. സം കേസ് നമുക്ക് എന്താ ചെയ്യാം, ഒരുപാട് നമ്മൾ അരം വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടാവാനും ചാൻസ് ഉണ്ട്. ദെൻ അതിൻ്റെ ടൈപ്സ്. സോ ഫസ്റ്റത്തെ ടൈപ്പ് ഈ ഫ്ലാറ്റ് ഫയൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ജനറൽ വർക്ക്സ്. അത് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ജനറലായിട്ട് എന്തെങ്കിലും നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫയൽ യൂസ് ചെയ്യാം. ഈ ഫയലിലുള്ള പാർട്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹാൻഡിൽ, ഷോൾഡർ, അങ്ങനെ കുറേ പാർട്സസ് ഉണ്ട്. ഈ ഫ്ലാറ്റ് ഫയലിന് പറയുന്നതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഈ ഏരിയ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫയൽ കൊണ്ട് നമ്മൾ ജനറലായിട്ടുള്ള പണി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്ക്വയർ ഫയൽ. ഈ സ്ക്വയർ ഫയൽ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ഫയലിംഗ് സ്ക്വയർ കോർണേഴ്സ് ആൻഡ് എൻലാർജിങ് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഓപ്പണിംഗ്. കണ്ടോ, ഈ ഫ്ലാറ്റ് ഫയലിനും ഈ സ്ക്വയർ ഫയലിനും ഉള്ള ഡിഫറൻസ് കണ്ടോ. ഇവിടെയൊക്കെ സെയിം ആണ്, പക്ഷേ എന്തെന്ന് വെച്ചാൽ ഈ ഏരിയ അത് നമുക്ക് ഏത് ഷേപ്പിൽ വരും എന്ന് വെച്ചാൽ സ്ക്വയർ ഷേപ്പിൽ വരും. അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ അറ്റ് ദ ടിപ്പ് സൈഡ് സ്ക്വയർ ഷേപ്പിൽ വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സ്ക്വയർ ആയിട്ടുള്ള ഒരു കോർണർ അവിടെ നമുക്ക് ഈ ഫ്ലാറ്റ് ഫയൽ എന്താവും, അവിടെ പോയി സ്മൂത്തനിങ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്വയർ ഫയൽസ് യൂസ് ചെയ്യുന്നത്. പർട്ടിക്കുലർ ഏരിയ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സ്ക്വയർ ഫയൽ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെക്ടാങ്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ക്വയർ ആയിട്ടുള്ള കോർണറിലൊക്കെ നമുക്ക് ഈ സ്ക്വയർ ഫയൽസ് തന്നെ അകത്തേക്ക് പോകാൻ പറ്റും. ദെൻ റൗണ്ട് ഫയൽ കണ്ടോ, അതിൻ്റെ പിക്ചർ കണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിക്ചർ കൊടുക്കുന്നത്. ഈ പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാതി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. പിക്ചർ അല്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻസ് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പിക്ചർ വരയ്ക്കാനായിട്ടും പറയുന്നത്. ഓക്കെ, ഒന്ന് പിക്ചർ വരച്ചോ, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ആ സ്ഥലത്തിൽ ഒട്ടിക്കാനും ചെയ്യാം. ഓക്കെ, സോ റൗണ്ട് ഫയൽ യൂസ്ഡ് ടു എൻലാർജ് ഹോൾസ് ആൻഡ് ടു ഫൈൽ കർവ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഒരു താക്കോലല്ലേ, അതിൻ്റെ നടുക്ക് നമുക്കൊരു സർക്കിൾ ഷേപ്പിൽ വരും അല്ലേ. സോ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അറം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്മൂത്തനിങ് ചെയ്യാം. നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താവും, ആ ഏരിയാവും നമുക്ക് പെട്ടെന്ന് തന്നെ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്, അത് ജോലി നമുക്ക് പെട്ടെന്ന് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ടൂൾസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാഫ് റൗണ്ട് ഫയൽ. കണ്ടോ, ഈ ഹാഫ് റൗണ്ട് ഫയൽ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഹാഫ് റൗണ്ട് ആയിട്ടുള്ള വരുന്ന സംഭവങ്ങളാണ്. യൂസ്ഡ് ഫോർ ഫയലിംഗ് ലാർജ് കോൺകേവ് സ്മോൾ കോർണേഴ്സ് ആൻഡ് ഫോർ റിപ്പയറിംഗ് ഡാമേജസ്. സോ ഹാഫ് റൗണ്ട് ഫയൽസ് യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺകേവ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കുഴിവുള്ള സ്ഥലം. இந்த കുഴിവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഹാഫ് റൗണ്ട് ഫയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Then triangular file used for file corners and angles less than 90 degree. എന്താണെന്ന് വെച്ചാൽ ഒരു നമുക്ക് 90 ഡിഗ്രി അറിയാം,
ഒരു 90 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഷേപ്പിൽ വരണതാണ്. അതിൻ്റെ താഴോട്ടും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രയാങ്കുലർ ഫൈൽസ് നമുക്ക് യൂസ് ചെയ്യാം, പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഫൈൽസിന് എന്താണെന്ന് വെച്ചാൽ അരവാണ് സ്മൂത്തനിങ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലുള്ള പല ടൈപ്സ് ആണ്. ഓക്കെ, ഒവ്വൊരു ഫയൽസും ഒവ്വൊരു സിറ്റുവേഷൻ ഒവ്വൊരു ജോലിയും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഹാൻഡ് ഡ്രിൽ. ഹാൻഡ് ഡ്രിൽ വന്നിട്ട് പണ്ടത്തെ കാലങ്ങളിൽ നമുക്ക് എന്താണ് മെഷീൻ, ഐ മീൻ ഒരു ഡ്രില്ലിങ് മെഷീൻ ആയിട്ടില്ല, ഒരു പവർ ടൂൾസ് ആയിട്ടില്ല. അപ്പോൾ പണ്ട് ഹാൻഡ് ഡ്രിൽസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് ഡ്രിൽ വന്നിട്ട് മാനുവലി അതിനെന്താ ചെയ്യണം, മാനുവലി ഇട്ട് ഇങ്ങനെ കറക്കിയാണ്. അതിൽ തന്നെ ഡ്രിൽ ബിറ്റൊക്കെ ഉണ്ട്. ഇവിടെ പിക്ചറിൽ കണ്ടു ഡ്രിൽ ബിറ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മാനുവലി ഇവിടെ നമുക്ക് പിടിച്ചിട്ട് മാനുവലി ഇട്ട് കറക്കിയാലേ നമുക്ക് ഡ്രില്ല് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഹാൻഡ് ഡ്രിൽസ് ആർ യൂസ്ഡ് ടു മേക്ക് സ്മോൾ ഹോൾസ്. ഓക്കെ, ഇതൊരു ഹാൻഡ് ഡ്രില്ലിൻ്റെ ഒരു പിക്ചറാണ്. അതിൻ്റെ പാർട്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വരയ്ക്കാനെങ്കിൽ വരച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നെക്സ്റ്റ് പഞ്ചസ്. ഇവിടെ വന്നിട്ട് ഈ നോട്ട്സിൽ ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ നോട്ട്സ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ ഇട്ടിട്ടില്ല, സോ പഞ്ചസ് ആണ്, PUNCHES പഞ്ചസ് ആണ്. പക്ഷെ അകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ പഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്, സൂചി പറയും, നമുക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു സൂചിയാണ്. ഇറ്റ് ഈസ് എ ടൂൾ ദാറ്റ് ഈസ് ഹെൽഡ് ഇൻ ഹാൻഡ് ആൻഡ് സ്ട്രക്ക് ഓൺ വൺ എൻഡ് വിത്ത് എ ഹാമർ. ഇത് നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മാർക്കിംഗ് പേർപ്പസ്. എക്സാമ്പിൾ ഡോട്ട് പഞ്ച്, സെൻറ്റർ പഞ്ച്. ഡോട്ട് പഞ്ചിൻ്റെ പിക്ചർ ഇത്, സെൻറ്റർ പഞ്ചിൻ്റെ പിക്ചർ ഇത്. ഓക്കെ, ഇവിടെ കണ്ടോ നമുക്കൊരു 60 ഡിഗ്രി, ഇവിടെ ഒരു 90 ഡിഗ്രിയും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പഞ്ചസ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഒരു വുഡിലോ അല്ലെങ്കിൽ ഒരു മെറ്റലിലോ നമുക്ക് ഡ്രില്ലിടണം. ഓക്കെ, അപ്പോൾ ഡ്രില്ലിടണമെന്ന് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം, അവിടെ ആ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. എങ്ങനെ മാർക്ക് ചെയ്യാം, ഈ പഞ്ചസ് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഒരു അടി അടിച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒറ്റ എൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഷാർപ്പായിട്ട് ഇരിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ ചെയ്യും, ഹാമർ വെച്ചിട്ട് നമ്മൾ അടിച്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഡോട്ട് പഞ്ചും സെൻറ്റർ പഞ്ചും. ഇവിടെ 60 ഡിഗ്രി 90 ഡിഗ്രി കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നുമില്ല. ഇത് നമുക്ക് വെച്ച് ഈ ഡോട്ട് പഞ്ച് വെച്ച് നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ആ മാർക്ക് ചെറുതായിട്ട് കാണും. ഐ മീൻ അതിൻ്റെ ഒരു 60 ഡിഗ്രിയാണ്. പക്ഷേ സെൻറ്റർ പഞ്ച് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് കുറച്ചും കൂടെ ഒരു മാർക്ക് ഹൈലൈറ്റ് ആയിട്ട് വരും. ഓക്കെ, അതിൻ്റെ മീനിങ് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ 60 ഡിഗ്രി 90 ഡിഗ്രിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ട്യൂബ് കട്ടർ. ഇതൊക്കെ നമ്മൾ എന്തിനാണ്, ഹാൻഡ് ടൂൾസ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മാനുവലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ട്യൂബ് കട്ടർ. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും തോന്നണം. ഈ ട്യൂബ് കട്ടർ എന്ന് പറയുന്നതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യാം, ട്യൂബ്സിനെ വന്നിട്ട് ഇതിനകത്ത് കൊടുത്തിട്ട് നമുക്ക് പിടിച്ച് നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇവിടെ നമുക്ക് ടീത്തൊക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ കറക്കി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. A tube cutter is a type of tool used by instrument engineers or technicians to cut tubes used in pneumatic lines or impulse lines, which is made of PVC, copper bars or alloy steel. മനസ്സിലായോ? PVC ആവാം, ഒരു കോപ്പർ സ്റ്റീൽ ആവാം, അലോയ് ആവാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു പൈപ്പ്സിന്, ഇങ്ങനത്തെ ഒരു ട്യൂബ്സിനെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, മാനുവലി കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്യൂബ് കട്ടർ. നെക്സ്റ്റ് ട്യൂബ് ബെൻഡർ. ബെൻഡിന് എന്താണ്, വളയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ട്യൂബിനെ വളയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഐ മീൻ ഒരു ടൂളാണ് ട്യൂബ് ബെൻഡർ. മാനുവലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ട്യൂബ് ബെൻഡറിൻ്റെ ഒരു ഡയഗ്രാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവിടെ നമുക്ക് ഈ ഏരിയയിൽ നമ്മൾ ട്യൂബ് വെച്ച് കൊടുത്ത് പ്രസ്സേജ് കളിയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്യൂബ് ബെൻഡാവും. ട്യൂബ് ബെൻഡർ ഈസ് എ ടൈപ്പ് ഓഫ് ടൂൾ used by instrument engineer or technician to bend the tubes. Okay, to bend the tubes, നമ്മൾ ട്യൂബിനെ വളയ്ക്കാൻ വേണ്ടി. used pneumatic line symbol which is made of copper, brass alloy of steel. Normally bending angles are 45, 90 degree and 180. അത്രയ്ക്ക് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് ടൂൾസ്. ഹാൻഡ് ടൂൾസിൽ നമുക്ക് ഒരു 11 ടൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത്രയും നമുക്ക് ഹാൻഡ് ടൂൾസ്. ഇനി പവർ ടൂൾസ് നോക്കാം. ഈ പവർ ടൂൾസിൽ നമുക്ക് രണ്ട് പവർ ടൂൾസ് ആണ് ഇവിടെ നമുക്കുള്ളത്. ഒന്ന് ഡ്രില്ലിംഗ് മെഷീൻ, നെക്സ്റ്റ് വൺ കട്ടിംഗ് മെഷീൻ. ഓക്കെ, അതും കൂടെ നമുക്ക് നോക്കാം.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോണത് പവർ ടൂൾസ് ആണ്. ഈ പവർ ടൂൾസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യും? പവർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ബാറ്ററി. ഓക്കെ, ദാറ്റ് ഈസ് പവർ ടൂൾസ്. സോ ഫസ്റ്റ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് എ ടൈപ്പ് ഓഫ് മെഷീൻസ് ഇൻ വിച്ച് ദി ഹോൾസ് ആർ ബീങ് മെയ്ഡ് അപ്പ് ഓൺ ദി വർക്ക് പീസ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് റൊട്ടേറ്റിംഗ് ടൂൾ കോൾഡ് ഡ്രിൽ ബിറ്റ് ഓർ ദി ട്വിസ്റ്റ് ഡ്രിൽ. ഓക്കെ, ഇത് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഡ്രിൽ മെഷീൻ എന്ന് പറയുന്നത് നമുക്കൊരു ഹോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. അവിടെ നമുക്കൊരു റൊട്ടേറ്റിംഗ് ടൂൾ ഉണ്ട്. ആ ടൂൾ എന്നാണ് നമ്മൾ പറയുന്നത് ഡ്രിൽ ബിറ്റ് എന്ന് നമുക്ക് പറയാം. ഡ്രിൽ ബിറ്റ് നമ്മൾ പറയും. ഓക്കെ, ദെൻ ഡ്രില്ലിംഗ് മെഷീൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ. Drilling machine has based on upon the principle that is that the rotating edge of the tool exerts a large force on the workpiece and holes are being created in the workpiece. The material is removed from the workpiece by the shearing and the extrusion process. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു വുഡ് എടുത്തോ. ഫോർ എക്സാമ്പിൾ ഒരു വുഡ് അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെയാണ് ഹോൾ ഇടണമെന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം. ഡ്രിൽ ബിറ്റ് വെച്ച് നമ്മൾ ഒരുപാട് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താവും എന്ന് വെച്ചാൽ നല്ല ഫോഴ്സിലോട്ട് അവിടെ ഒരു ഹോൾ ഇതാവും അല്ലേ. അപ്പോൾ അതിനകത്തുള്ള സാധനം, ആ മെറ്റീരിയൽ റിമൂവ്ഡ് ഫ്രം ദി വർക്ക് പീസ് ബൈ ദി ഷിയറിംഗ് ആൻഡ് എക്സ്ട്രൂഷൻ പ്രോസസ്. ഈ ഷിയറിംഗ് ആൻഡ് എക്സ്ട്രൂഷൻ പ്രോസസ് വഴിയാണ് അതെന്താവുന്നത് റിമൂവ് ആവുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ പാർട്സ്, ഡ്രില്ലിംഗ് മെഷീൻസ് പാർട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബെറ്റ്, പില്ലർ, ഷുവൽ ടേബിൾ, മോട്ടാർ, സ്റ്റെപ്ഡ് പുല്ലി, സ്പെൻഡിൽ, ഷാർക്ക് ഡ്രിൽ ബിറ്റ്, ഹാൻഡ് വിൽ, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, ഇതും കൂടെ നമുക്ക് നോക്കാം. വെൻ ദ പവർ ഈസ് ഗിവൻ ടു ദി മോട്ടാർ, നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ട്? അതിനകത്ത് അത് നമുക്ക് എന്താ ഉണ്ട്? മോട്ടാർസ് ഉണ്ട്, ഡ്രിൽ ബിറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. വെൻ ദ പവർ ഈസ് ഗിവൻ ടു ദി മോട്ടാർ, the spindle rotates and thereby the stepped pulley attached to it also rotates. നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്, മോട്ടർ എന്താവും? വർക്കാവും. അപ്പോൾ എന്താവും? സ്പിൻഡിൽ റൊട്ടേറ്റ് ആവും. സ്പിൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട് സ്പിൻഡിൽ. ഇത് റൊട്ടേറ്റ് ആവും. ഇത് റൊട്ടേറ്റ് ആകുമ്പോൾ ഇത് എന്താവും? പുള്ളി ഈസ് ഓൾസോ അറ്റാച്ച്ഡ് ടു ഇറ്റ്സ് ഓൾസോ റൊട്ടേറ്റ്സ്. ഓൺ ദി അതർ എൻഡ് വൺ മോർ സ്റ്റെപ്ഡ് പുള്ളി ഈസ് ഇവിടെ one more stepped pulley is attached to it also rotate. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും പുള്ളിയാണ്, ഇത് രണ്ടും വൺ മോർ സൈഡ് ആണ്. എന്താവും? ഇത് അറ്റാച്ച്ഡ് ആവും. അത് നമുക്ക് എന്താവും എന്ന് വെച്ചാൽ ഇത് രണ്ടും എന്താവും? റൊട്ടേറ്റ് ആവും. On the other end one more stepped pulley is attached and that is inverted to increase or decrease the speed of the rotational motion. Next, now a V belt is placed in between the stepped pulleys so as to drive the power transmission. Here a V belt is used instead of flat belt in order to increasing the power efficiency. നമ്മൾ നോർമലി എപ്പോഴും ഫ്ലാറ്റ് ബെൽറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡ്രിൽ മെഷീൻസിൽ നമുക്ക് V ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പവർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഡ്രിൽ ബിറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, which was placed in the chuck and which was in connection with the spindle. കണ്ടോ? ഈ ചക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് നമ്മൾ ഡ്രിൽ ബിറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ സ്പിൻഡിലിൻ്റെ കൂടെയാണ് കണക്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മോട്ടാർ റണ്ണാവും, ഇവിടെ ബെൽറ്റ് റൊട്ടേറ്റ് ആവും, ഈ പുള്ളി ഓൾസോ റൊട്ടേറ്റ് ആവും. ഈ പുള്ളീൻ്റെ കൂടെ തന്നെ ഈ സ്പിൻഡിൽ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും റൊട്ടേറ്റ് ആവും. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ചക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡ്രിൽ ബിറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വർക്കാവും. ഇവിടെയാണ് നമുക്ക് വർക്ക് ടേബിൾ. സോ as the pulleys rotates, the spindle also rotates, which can rotate the drill bit. അപ്പോൾ നമുക്ക് എന്താവും? അവിടെ നിന്ന് ഡ്രിൽ ബിറ്റും കൂടെ റൊട്ടേറ്റ് ആയാണ് നമുക്ക് ഇതാവുന്നത്. ഓക്കെ, okay, so last one is cutting machine. This is also the power tool ആണ്. It is made for cutting metals. They can also cut various other materials such as plastic and wood etc. Most popular hacksaw or stationary machines, but some portable models are available. It also consists of benchwise for holding cutting object in it. Okay, ഈ കട്ടിംഗ് മെഷീൻ അറിയാം. ഈ കട്ടിംഗ് മെഷീനിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് എന്താ ഉണ്ട്?
നമുക്കൊരു ബ്ലേഡ് ഉണ്ട്, ഒരു സർക്കിൾ ഷേപ്പിൽ ഒരു ബ്ലേഡ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്കൊരു ഫ്ലാറ്റ് സർഫേസ് ഉണ്ട്. അവിടെ കറക്റ്റാണ് വെച്ചിട്ട് ഇവിടെ നമുക്കൊരു പ്രസ് ബട്ടൺ ഉണ്ട്. പവറും കൊടുത്തിട്ട് ഇവിടെ നമുക്ക് പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തരും. ഇപ്പോൾ കട്ടിങ് മെഷീൻ എന്താണ്? മാനുവലി ഇല്ല, ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് കട്ടിങ് മെഷീൻ. പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. മെറ്റലാവാം, പ്ലാസ്റ്റിക് ആവാം, വുഡ് ആവാം, ഏത് വേണമെങ്കിലും കട്ട് ചെയ്യാനായിട്ട് ഈ കട്ടിങ് മെഷീൻ കൊണ്ട് പറ്റും. ഓക്കെ, സോ ഇത്രയാണ് മൊഡ്യൂൾ 1 കാര്യങ്ങൾ. ഓക്കെ, മൊഡ്യൂൾ 1 കാര്യങ്ങൾ ഇത്രയാണ്. ഹാൻഡ് ടൂൾസ് ആൻഡ് പവർ ടൂൾസ്. ഓക്കെ, ഹാൻഡ് ടൂൾസ് നമ്മളൊരു 11 പഠിച്ചിട്ടുണ്ടായിരുന്നു. പവർ ടൂൾസ് വന്നിട്ട് ഡ്രില്ലിംഗ് മെഷീനും കട്ടിങ് മെഷീനും മാത്രം തന്നെ. ഓക്കെ, സോ ഇത്രയാണ്. നമുക്കിനി നെക്സ്റ്റ് മോഡ്യൂൾ തൊട്ട് അടുത്ത മോഡ്യൂളിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു.